ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരു ചെറിയൊരു കുഴി വറ്റിച്ച് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഒരു കുഴിയാണ് ഇന്ന് നമ്മൾ വറ്റിച്ച് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുഴി വരുന്നത് തിരുനാവായ എടക്കുളം ചൂണ്ടിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തായി വരും ഈ ഒരു കുഴി. അപ്പോൾ ഈ ഒരു കുഴിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ താമര കൃഷി ചെയ്യുന്നൊരു ഭാഗമാണ്, ഒരു താമര കായലാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വെള്ളമുള്ള സമയത്ത് ഇവിടെയൊക്കെ താമര കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു താമര കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഴിയാണ്. അപ്പോൾ ഈ ഒരു താമര കായലിൽ നിന്നൊക്കെ വരുന്ന മീനുകളൊക്കെ ഈ ഒരു കുഴിയിലൊക്കെ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രത്തോളം മീൻ ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കുഴിയിൽ ഇന്നലെ രാവിലെ എൻജിൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് വെള്ളം അടിച്ച് വാർക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ രാവിലെ വെച്ച് ഏകദേശം വൈകുന്നേരം 5 മണി ആ ഒരു സമയത്തൊക്കെ ആയിട്ട് വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കുറച്ച് മീൻ ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ മീൻപിടുത്തം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് മെയിനായിട്ട് ഈ കുഴിയിൽ നിന്ന് ബാക്കി മീനുകളൊക്കെ പിടിക്കാൻ പോകുന്നത്. അതുപോലെ ഇതൊരു നീളം കുഴിയാണ്. ഈ ഒരു കുഴിയുടെ ഈ ഒരു ഭാഗത്തൊരു റൗണ്ടിലൊരു ഭാഗം വരുന്നുണ്ട്. ഇത് വേറൊരു ടീമിൻ്റെയാണ് ഈ ഒരു കുറച്ച് ഭാഗം. അപ്പോൾ ഈ ഒരു റൗണ്ട് ഭാഗത്തുള്ള മീൻപിടുത്തം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ എഞ്ചിൻ വെച്ച് ഈ ഒരു നീളം ഭാഗത്താണ് എഞ്ചിൻ വെക്കാറ്. അപ്പോൾ ഇവിടെ ഈ ഒരു നീളം ഭാഗത്ത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഉടമകൾ വന്ന് അവിടെയുള്ള മീനുകൾ അവർ പിടിക്കാറാണ്. അവിടെ കെട്ടിട്ടിട്ട് ബാക്കി ഒരു നീളം ഭാഗമാണ് ഇന്ന് നമ്മൾ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ഒരു ടാങ്കിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് കിട്ടുന്ന മീനുകളും ബാക്കി മീനുകളും നമ്മൾ ആ ഒരു ടാങ്കിലോട്ട് ഇടും. അപ്പോൾ അങ്ങനെ ഈ ഒരു കുഴിയിൽ നിന്ന് ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായി നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഇന്നിപ്പോൾ എത്തിയപ്പോൾ ഇതിൽ ചെറിയ തോതിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഇനി അടിച്ച് വാർത്തിട്ട് വേണോ ഇനി ഇതിൽ നിന്ന് മീൻ പിടിക്കാൻ. അപ്പോൾ ഇവിടെ എഞ്ചിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് വാർക്കുന്നതിന് തൊട്ടപ്പുറത്തുള്ള ഒരു കണ്ടത്തിലോട്ട് തന്നെയാണ് വെള്ളം അടിച്ച് വിടുന്നത്. അപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പുല്ലും ചെണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സുഹൃത്ത് വെട്ടി ഇങ്ങനെ മാറ്റുന്നുണ്ട്. അര ചെളി തന്നെ അല്ലേ? അപ്പോൾ അത് ഒരു വരാലിനപ്പോൾ കയറ്റിയിട്ടുണ്ട്. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാൽ. അപ്പോൾ അതായത് പുല്ലും ചണ്ടിയൊക്കെ മാറ്റുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ അടിയിലൊക്കെ നല്ല സൈസുള്ള കടുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കടുവിനെ കോരി എടുക്കുന്നത് നമ്മുടെ ടേബിൾ ഫാനിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു മൂടിയുണ്ട്, അതുകൊണ്ടാണ് കോരി എടുക്കുന്നത്. അപ്പോൾ കടുവിനെ കോരാൻ ഏറ്റവും സൂപ്പർ സാധനമാണത്. നമുക്ക് കടുവിൻ്റെ കുത്തൊന്നും കിട്ടാതെ നമുക്കതിനെ നൈസായിട്ട് കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ കോരി എടുത്ത് അവരെ കയ്യിലുള്ള ഒരു കൈവലയിലോട്ടാണ് ഇടുന്നത്. ഇതിൽ വെള്ളം കുറവാണ്, പക്ഷെ നല്ല രീതിയിൽ ചളിയാണ്. ഏകദേശം അര വരെ ചളിയാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വെള്ളം അടിച്ച് വാർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എഞ്ചിൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം സൈസുള്ള ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ആ ഒരു കുഴിയുടെ അടുത്തോട്ട് മീനുകൾ അങ്ങനെ അഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിലോട്ട് ചാടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സുഹൃത്ത് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്.
അപ്പോൾ അത് അങ്ങോട്ട് കയറി പോകുന്ന ആ മീനെ നമ്മളത് ഈ ഒരു സുഹൃത്ത് അവിടെ ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല. പൈസ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. പൈസ അപ്പോൾ അത് കിട്ടിയ മീനുകളൊക്കെ ആ ഒരു കോരിവലയിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നല്ല സൈസുള്ള വരാലുകളൊക്കെയാണ്. വരാലുണ്ട്, കടുണ്ട്, നല്ല സൈസുള്ള ഓരോ വരാലുകളാണ്. അതുപോലെ ചെറിയ സൈസൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല സൈസുള്ള കടു. അപ്പോൾ ഈ ഒരു ചെറിയ ഡ്രമ്മിലാണ് വരാലിനൊക്കെ ആക്കുന്നത്. അതുപോലെ ഈ ഒരു ചെറിയ ബക്കറ്റിലാണ് കടു, അതുപോലെ പൊരിക്ക്, അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിലോട്ടാണ് ഇടുന്നത്. സൈസുള്ളൊരു കടു, കിട്ടുന്ന കടുവൊക്കെ നല്ല സൈസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു സുഹൃത്ത് അതേ കോരിവല ഉപയോഗിച്ച് ചേറടക്കം കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൈസുള്ളൊരു വരാലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വല അതേ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലെടുത്ത് അതിവിടെ കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൈസുള്ളൊരു വരാലാണ് കയറിയിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 കിലോക്ക് മുകളിൽ വെയിറ്റ് വരുന്ന നല്ലൊരു വരാലാണ്. അപ്പോൾ ആ ഒരു സൈസുള്ള വരാലുകൾ ഇന്നലെ ഇവർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു വരാലൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള കുറച്ച് വരാൽ ഇനിയും ഇതിലുണ്ട്. അപ്പോൾ അതും പിന്നെ ചെറു മീനുകൾ, കടു, അതുപോലെ പൊരിക്ക്, അതുപോലെ മറ്റ് നമ്മളെ കൊട്ടക്കോല് സൈസ് വരാലൊക്കെ ഇനിയും ഇതിലൊരുപാടുണ്ട്, ചെറു മീനുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവർ മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കംപ്ലീറ്റ് മീൻ ഇതിൽ നിന്ന് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അതാ ഇങ്ങോട്ട് ചെറുതൊന്ന് ചാടി. ഒരു ഒരാളിനടുത്ത് ഇങ്ങോട്ട് കരക്കോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വെള്ളയിട്ട് വരുന്ന ആളാണ് നമ്മളെ അബുവക്ക. അപ്പോൾ അബുവക്കയാണ് ഈ ഒരു കുഴി വാങ്ങിയത്, ഈ ഒരു കുഴിയിലുള്ള മീനൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അബുവക്കത മീൻ പിടുത്തം കാണാനൊക്കെ ആയിട്ട് ജസ്റ്റ് വന്നതാണ്. അത് ശരി. എല്ലാ മോലാളിയോടെ ആണ്ട് കയറിയാ നോക്കിയാ അവിടുന്നാണ് ഇറങ്ങി വരുന്നത്. പിന്നെ കേറിയണ്ടേ കൊണ്ട് പോരാ കൊണ്ട് പോന്നൂടെ. ഞാൻ ഏതായാലും വന്നില്ല. അവിടെ നോട്ടെ അടച്ചാ ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറു മീനുകളാണ് കൂടുതൽ, അതായത് കടു, പൊരിക്ക്, അതുപോലെ ചെറിയ സൈസ് വരാലൊക്കെയാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അപ്പോൾ വലിയ സൈസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് വലിയ സൈസുള്ള വരാലുകൾ ഇവർ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതാണ് ഇന്ന് പിടിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയൊരു വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ അബുവക്ക സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുള്ള ഒരു തണ്ണിമത്തത് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഓരോ പീസുകളായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പീസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളെ വരാലിനൊക്കെ കൊടുന്നാക്കുന്നത്, ഈ ഒരു താർപ്പായിലോട്ട്. അതുപോലെ ഈ ഒരു താർപ്പായിൽ ഇത് ഓല കാണാം. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള വരാലുകളൊക്കെ ഇതിലാണ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്, ചെറുതും വലുതായിട്ടുള്ളതൊക്കെ. അത് കൂടാതെ അതിനടുത്തായിട്ട് തന്നെ ഇവിടെ ചെറിയ ചെറിയ ബക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ കടു, അതുപോലെ പൊരിക്കൊക്കെ അതിലോട്ടാണ് ആക്കുന്നത്. ഗൈസ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ ബിലാൽ ബ്രോ അത് ഈ ഒരു ഭാഗത്തായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു വരാലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് അത് കൈവല എടുത്ത് നമ്മളെ ബിലാൽ ബ്രോ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ബിലാൽ അതിനെ കോരി ആ ഒരു കൈവലയിലോട്ട് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൈസുള്ളൊരു വരാലാണ് തോന്നുന്നു. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് നോക്കാം.
ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള നല്ല ഹെവി ഒരു വരാൽ. എന്തായാലും ഒരു 1.5 1.25 2 കിലോ സൈസ് വരുന്ന ഹെവി വരാലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഗൈസ് അപ്പോൾ നമ്മളെ 2 സുഹൃത്തുക്കളും നല്ല രീതിയിൽ തന്നെ ചെറു മീനുകളും അതുപോലെ കിട്ടുന്ന വലിയ മീനുകളൊക്കെ പിടിച്ച് ബക്കറ്റിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഈ കുഴിയിൽ നിന്നുള്ള മീൻപിടുത്തം ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ എഞ്ചിൻ വെള്ളം അടിച്ച് വാർക്കാൻ ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഹെവി സൈസ് എഞ്ചിനാണ്. അപ്പോൾ ആ ഒരു എഞ്ചിൻ ഇത് 4-5 പേര് ചേർന്ന് വലിച്ച് കൊണ്ടുപോവാണ്. ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് എത്രത്തോളം മീൻ ഈ കുഴി പറ്റിച്ച് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ള മീനുകളൊക്കെയാണ് ഇവിടെ ഈ ഒരു താർപ്പായിലുള്ളത്. അപ്പോൾ വരാലുകളാണ് താർപ്പായിലുള്ളത്. മറ്റ് കടും പൊരിക്കൊക്കെ ഇവിടെ താഴെ നിങ്ങൾക്ക് ഓരോ പാത്രങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ ആയിട്ട് പൊരിക്ക് കടു അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താർപ്പായിലാണ് മെയിനായിട്ട് വരാലുകളൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ താർപ്പായിലുള്ള ഓല ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ചൊരു മീൻ ഇന്ന് ഈ ഒരു കുഴിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കിട്ടിയത് നമ്മൾ അബോക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് കിട്ടിയത് ഇത് നല്ലപോലെ ഒന്ന് കാണാനായിട്ട് നമ്മളെ സുഹൃത്ത് ഉവൈസ് ബ്രോ നമ്മളെ ഈ ഒരു താർപ്പായിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈസുള്ള വരാലുകളൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 വരാലുകൾ നല്ല സൈസ് ഉള്ളത് ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ ചെറിയ സൈസ്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള വരാലുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇത് ഒരു കോരിവലയിലോട്ട് ഇതിലുള്ള വെള്ളം ഒഴിവാക്കി മീനെ മാത്രം ആക്കി എടുക്കാൻ അതിലോട്ട് ഇത് ചെരിയുന്നുണ്ട് ഒരു കോരിവലയിലോട്ട്. പേടിക്കല്ലടാ. അപ്പോൾ ഇത്രയും മീനുകളാണ് ഇന്ന് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വലയിൽ അത് കൂടാതെ ഒരു 1/2 ബോക്സ് ചെറു മീനുകൾ മാത്രം ഇവർക്ക് വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഗൈസ് അപ്പോൾ ഇത് മൊത്തം ഇന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ്. ഇനി ഇന്നലെ ഇതിൽ നിന്ന് പിടിച്ച മീനുകൾ നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു മീനിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു മീനുള്ളത് നമ്മൾ അബോക്കാൻ്റെ വീട്ടിൽ അബോക്കാൻ്റെ ഒരു ടാങ്ക് ഉണ്ട് മീനിടാനായിട്ടുള്ള. അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ടാങ്ക്. അപ്പോൾ ഇതിലുള്ള എല്ലാ മീനുകളും ഇന്ന് നമ്മൾ പിടിച്ച ഒരു കുഴിയിൽ നിന്ന് ഇന്നലെ പിടിച്ചതാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിലുള്ള വെള്ളം ഒന്ന് വാർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പിടിച്ചത് ഇതേ നമ്മൾ വലയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പിടിച്ചത് നമ്മളൊന്ന് കണ്ടിട്ട് ഇന്ന് പിടിച്ചതും അതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലെ പിടിച്ചത് കാണാം. അപ്പോൾ ഇന്നലെ നല്ല സൈസ് ഉള്ളതൊക്കെ ഇന്നലെ ഒരുവിധം ഇവർ കയറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു കുഴിയിൽ നിന്ന്.
ഗൈസ് അപ്പോൾ നല്ല ഹെവി സൈസുള്ള വരാലുകളാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വരാലുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊന്തി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുള്ള അതുപോലെ. അപ്പോൾ ഇതിലുള്ള ഓരോ വരാലിൻ്റെ സൈസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 കാല് വെച്ചാൽ എത്ര ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട്, അതിലും കൂടുതൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സൈസ് വരുന്ന വരാലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ കൂടി ഇതിലോട്ട് ചെരിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള സൈസുള്ള വരാലുകളാണ് ഈ ഒരു വരാല്, അതുപോലെ അത് വേറൊന്ന്, അതുപോലെ അത് വേറൊന്ന്. ഗൈസ് അപ്പോൾ ഇതൊക്കെ ഒരു 1.25-2 കിലോ പ്ലസ് സൈസ് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ചെറുതും വലുതുമായിട്ട് എല്ലാം കൂടി ഇവർക്ക് ഏകദേശം ഒരു 85-90 കിലോളം മീൻ ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയെന്നാണ് നമ്മളെ അബോക്ക പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഒരു കണക്കാണ്. അപ്പോൾ അത്രയും മീൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും മീൻ ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.